Hello friends, welcome back to teambeingsed. ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെ കൂടുതൽ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല, ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ അടിപൊളി ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനു മുമ്പേ വീഡിയോ മൊത്തം കണ്ട ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ടെംപ്ലേറ്റ് കാറ്റഗറീസ് എന്ന് പറയുന്നത് ഒരു കുറേ കാറ്റഗറീസ് ഇതിലുണ്ട്, അടിപൊളി. അതിൽ നമുക്ക് പറയാനുള്ളത് ബർത്ത്ഡേ, മിനിമൽ, ഫിലിം, പേപ്പർ, പിന്നെ പുതുതായി വന്ന സ്റ്റോറീസിൻ്റെ ടെംപ്ലേറ്റ്സ് ഇവിടെയാണ് വരുന്നത്. പിന്നെ സമ്മർ, ഹൈലൈറ്റ്സിൻ്റെ കവറിന് വേണ്ടി മാത്രം ടെംപ്ലേറ്റ്സ് ഇവിടെ കിട്ടും. നമുക്ക് സ്പെഷ്യൽ ടെംപ്ലേറ്റ്സ് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് പോസ്റ്റിനുള്ള ടെംപ്ലേറ്റ്സ് കിട്ടും. പിന്നെ ആനിമേറ്റഡ് സ്റ്റോറീസ്, പിന്നെ ബിസിനസ്സിന് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ കുറേ യൂസേജിന് പറ്റിയ സ്റ്റോറി ടെംപ്ലേറ്റ്സിന് ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോറി, ഞങ്ങൾക്ക് എൻ്റെ ഫേവറേറ്റ് സ്റ്റോറി ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ടെംപ്ലേറ്റ്സ് എടുത്താൽ അവിടെ പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ ഫോട്ടോ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ എടുത്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിൽറ്റേഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട് ഇവിടെ. പിന്നെ എഡിറ്റും ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ആ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോട്ടോ അവിടെ ആഡ് ആവുന്നതാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ സെയിം പ്രോസസ് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഫിൽറ്റർ ആഡ് ചെയ്യാം, എന്നിട്ട് ടിക്ക് ചെയ്തിട്ട് നമുക്ക് അവിടേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഫോട്ടോ. ഇനി നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി അതവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, വലുതാക്കാം, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ടുകൾ വരെ കൊടുക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് ലെയർ താഴ്ത്താം, ലെയർ മുകളോട്ടാക്കാം, എല്ലാം കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട്. അപ്പോൾ ഞാനിവിടെ നേച്ചറിന് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ അവിടെ ചെയ്തു. ഇനി നമുക്ക് വേറെ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിനൊക്കെ കുറേ ഫോണ്ട് കാണാൻ പറ്റും. ആ ഫോൺസൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമുക്ക് അവിടെ ഫോണ്ട് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, ആ ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് ആ റോങ് ബട്ടൺ അടിച്ചാൽ അത് ഡിലീറ്റ് ആവുന്നതാണ്. പിന്നെ നമുക്ക് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ സ്റ്റിക്കേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ കാണാം മിനിമൽ, ലൈൻ, ലോഗോ, കുറേ കാറ്റഗറിയിലുള്ള സ്റ്റിക്കേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി അവിടെ വ്യൂ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. വ്യൂ ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഡൗൺലോഡിൻ്റെ ഒരു സിമ്പിൾ കാണാം. നിങ്ങൾക്ക് ഡൗൺലോഡിൻ്റെ സിമ്പിൾ കണ്ടതിന് ശേഷം കുറേ ഓപ്ഷൻസ് കാണാം. ആൽബം, ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ് ഒക്കെ. അതിൽ ആൽബം ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആൽബത്തിലേക്ക് സേവ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം സേവ്ഡ് എന്ന് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് നേരെ പോയിട്ട് ആ പിക്ക് എടുത്ത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിലേക്ക് ആഡ് ചെയ്താൽ അത് മതി. അപ്പോൾ ഇത് ഈ ആപ്പ് ഏതാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകാം. പ്ലേ സ്റ്റോറിൽ പോയ ശേഷം നിങ്ങൾ സെർച്ച് ബാറിൽ സ്റ്റോറി ആർട്ട് എന്ന് സെർച്ച് ചെയ്യുക. STORYART സ്റ്റോറി ആർട്ട് എന്ന് സെർച്ച് ചെയ്യുക. സ്റ്റോറി ആർട്ട് എന്ന് സെർച്ച് ചെയ്ത് ഫസ്റ്റ് കാണുന്ന ആപ്പാണിത്. ആ ആപ്പ് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ അടിപൊളി ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.